കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിലായിരിക്കുവാൻ കർത്താവ് നമുക്ക് തന്ന വലിയ ഭാഗ്യത്തിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രൻ്റെ അടുക്കൽ അഥവാ ദൈവവചനത്തിൻ്റെ മുമ്പിൽ ആർക്കുമായിരിക്കുവാൻ കഴിയില്ല. ഇന്ന് ഈ ദൈവവചനത്തിൻ്റെ മുമ്പിൽ ആയിരിക്കുമ്പോൾ നമ്മൾ പിതാവിന് നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് അഥവാ പിതാവിനാൽ നമ്മൾ ആകർഷിക്കപ്പെട്ടതുകൊണ്ടാണ് ഈ വചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചത്. യേശുവിൻ്റെ അടുക്കൽ വന്ന പ്രിയപ്പെട്ടവരോട് യേശു ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടത്തില്ല. നമുക്കറിയാം, കർത്താവായ യേശുവിൻ്റെ അടുക്കൽ അപ്പോസ്തലന്മാർ, ആ ശിഷ്യന്മാർ അവരെല്ലാം വിട്ട് അവർ കർത്താവിൻ്റെ അടുക്കൽ വന്നതാണ്. അവർ ആരും തന്നെ കൈവിടപ്പെട്ടു പോകാൻ കർത്താവ് അനുവദിച്ചില്ല. നമുക്കറിയാം, അവരുടെയൊക്കെ ജീവിതത്തിൽ പല പ്രയാസങ്ങൾ, പല പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അവിടെ ഒന്നും അവരെ കർത്താവ് അനാഥരായി വിട്ടില്ല. അവരുടെ എല്ലാം ആവശ്യങ്ങളിൽ കർത്താവ് അവരുടെ കൂടെ നിന്നു. ഇന്നത്തെ ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ബൈബിൾ വായിക്കാൻ പഴയ പോലെ താല്പര്യമില്ല, വചനം കേൾക്കാൻ താല്പര്യമില്ല. നമ്മൾ തിരിച്ചറിയണം, പ്രൈസ് ദി ലോർഡ്, എനിക്ക് വചനം കേൾക്കാൻ കൊതിയായിരിക്കണം, എനിക്ക് വചനം ധ്യാനിക്കാൻ കൊതിയായിരിക്കണം, എനിക്ക് പ്രാർത്ഥിച്ചാൽ മടുപ്പില്ലാതെ പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിക്കണം, ഞാൻ ഉപവസിക്കണം, കർത്താവിൻ്റെ കൂടെ ഇരിക്കണം. നമ്മൾ ആദ്യത്തെ ഈ ഒഴുക്കിലൊന്നും എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. അതാണ് അവിടെ പറയുന്നത്, നിങ്ങൾ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതെന്താ? യേശു. ഉറക്കെ പറ, ഉയർത്ത് ജീവിക്കുന്നു, അവൻ മതിയായവൻ, അവൻ വീണ്ടും വരും, ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും അവൻ മതിയായവനാ, വാക്ക് മാറത്തില്ല. നിനക്കും നിന്റെ തലമുറയ്ക്കും നിന്റെ വരും കാലത്തേക്കും വേണ്ടത് മുഴുവൻ അവൻ കരുതിയിട്ടുണ്ട്. അതാ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ആ വചനത്തിന്മേൽ നിന്നെ കെട്ടി ഉറപ്പിക്കണം. അതിന് വേറെ വചനങ്ങളൊക്കെ പിശാച് കൊണ്ടുവരും. അവരങ്ങനെ പറഞ്ഞ്, ഇവരിങ്ങനെ പറഞ്ഞ്, അവിടെ ഇത് കേൾക്കുന്നു, അതിൻ്റെ ഒന്നും പുറകെ പോകരുത്. ഒഴുകിപ്പോവും. നിന്നെ ഒഴുക്കാൻ കാറ്റുകൾ ദേശത്ത് അടിക്കുന്നുണ്ടെന്ന് നീ അറിയണം. ഉപദേശത്തിൻ്റെ കാറ്റുകൾ അടിക്കും, റൂമറുകളുടെ കാറ്റുകൾ അടിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദുർവർത്തമാനങ്ങളുടെ കാറ്റുകൾ വരും, പ്രതികൂലങ്ങളുടെ കാറ്റുകൾ അടിക്കും. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ സഭയ്ക്കെതിരെ പീഡനങ്ങൾ ആ കാറ്റിൽ കൂടെ നമ്മളൊന്ന് പോയതല്ലേ, അല്ലേ? ആ കാറ്റിൽ ആടി ഉലയുമെന്നല്ലേ നമ്മൾ വിചാരിച്ച്. എന്നാൽ നമ്മൾ ആശ്രയിച്ചത് യേശുവിനെ ആകയാൽ ഇന്നും ഉറച്ചു നിൽക്കാൻ കർത്താവ് കൃപ തന്നതിനായി ആർപ്പോടെ കർത്താവിനെ സ്തുതിക്കാൻ ദൈവമക്കൾ. കേട്ടതില്ല, വചനത്തിൽ നിന്നെ നീ എന്ത് ചെയ്യണം? കെട്ടി ഉറപ്പിക്കും. ആ കെട്ടി ഉറപ്പിക്കൽ അവനെ ഏറ്റുപറയണം, അവൻ്റെ വാക്ക് വേണം സംസാരിക്കാൻ. ഒന്നുകൂടെ എബ്രായർ 3:1 വായിച്ചേ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും സ്വീകരിച്ച് പറയുക. അവർക്ക് പറഞ്ഞേ, അങ്ങനെ കെട്ടി ഉറപ്പിക്കുന്നു. എപ്പോഴും അത് പറയുകയും അവനെ നോക്കുകയും അവൻ്റെ വചനത്തിൽ നിൽക്കുകയും ആ വചനം ധ്യാനിക്കുകയും ആ മുഖാംബുജം കാണുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്യണം. സ്വീകരിച്ച് പറയണം. ആ വാക്കുകൾ വേണം. നമ്മുടെ വേണ്ടാത്തൊന്നും നമ്മുടെ വായിന്ന്, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തത് ഒന്ന്, ഉപ്പിനാൽ രുചി വരുത്തിയത് മാത്രം, കേൾക്കുന്നവർക്ക് ഇത് കറപ്ഷൻ വരുത്തുന്ന വാക്കുകൾ വായിൽ നിന്ന് പുറപ്പെടരുത്. അതാണ് ഇടവിടാതെ സ്തോത്രം ചെയ്യണം, എപ്പോഴും പ്രാർത്ഥിക്കണം. ആമേൻ. പൗലോസ് പറയാൻ, ഞാൻ എല്ലാവരെക്കാളും അധികം അന്യഭാഷകളിൽ സംസാരം. നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും ഒക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? സ്തോത്രം ചെയ്യണം. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞേ. തിമോഥെയോസിനോട് പൗലോസ് പറയുമ്പോൾ, നീ ഇങ്ങനെ സഭയോട് പഠിപ്പിക്കണം, പുരുഷന്മാർ എല്ലായിടത്തും കോപവും അപ്പൊ പിശാച് കോപത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും, അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇതും പറഞ്ഞ് വാഗ്വാദിക്കുവാനുമുള്ള കാറ്റുകൾ കൊണ്ടുവരും. കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണം. എന്നാൽ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്ത് എല്ലാവരും ചുമ്മാ ഒരെണ്ണം ഒരേ ഹല്ലേലൂയ പറഞ്ഞ് താക്കല്ലേ. കര ഉയർത്തി സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ, സ്തോത്രം 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 സ്തോത്രം. എല്ലാവരും പറഞ്ഞോ, വായ് തുറന്ന് സ്തോത്രം പറഞ്ഞ് ഈ കരം ഉയരുമ്പോൾ അത്ഭുതം നടക്കും.
പഴയ നിയമകാലത്ത് കരം ഉയർന്നിരുന്നപ്പോൾ ദൈവജനത്തിന് ജയമുണ്ടായി. ഈ കരം ഉയർന്നിരിക്കുമ്പോൾ ഈ രണ്ട് കരങ്ങൾ നിന്റെ വീട്ടിൽ ഉയർന്നിരുന്നാൽ മതി, നിന്റെ വീട് അനുഗ്രഹിക്കപ്പെടും. ഈ രണ്ട് കരങ്ങൾ നീ വല്ലവരുടെ നേരെ വിരൽ ചൂണ്ടിയാലും നന്മ ഉണ്ടാകണമെന്നില്ല. ഈ കൈ വല്ലവരുടെ മുമ്പിൽ നീട്ടിയാൽ കൈ നിറയണമെന്നില്ല. എന്നാൽ ഈ കരം രണ്ട് ഉയർന്നിരുന്നാലുണ്ടല്ലോ, ഇനി നിന്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുകയായിരിക്കാം, നിന്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം ഇപ്പോൾ അവതാളത്തിലായിരിക്കാം, ഒന്നും നടന്നില്ലായിരിക്കാം. എന്നാൽ വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന ദൈവപൈതലേ, നന്മകൾ കൊണ്ട് നിന്റെ വായി നിറയും, നീ ഇരിക്കുന്നിടം നിറയും. കരമുയർത്തി സ്തോത്രം ചെയ്തോ. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ആ ബൈബിളൊക്കെ താഴെ വെച്ചിട്ട് രണ്ട് കരമൊന്ന് ഉയർത്തിക്ക്. ആ കൈകളിൽ യേശു തൊടുന്ന കാഴ്ച ഞാൻ കാണുന്നു. അപ്പോൾ എബ്രായ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തു? ക്രിസ്തുവിൽ നിന്ന് അവരുടെ നോട്ടം മാറിയിട്ട് പഴയ നിയമ പുരോഹിതന്മാരിലേക്കും ആ പഴയ ആലയത്തിലേക്കും അവിടുത്തെ ആചാരങ്ങളിലേക്കും ഒക്കെ അവരുടെ കണ്ണ് പതിഞ്ഞപ്പോൾ, വിശ്വാസത്തിൽ അവർ ആടിയുലഞ്ഞപ്പോൾ, പഴയ നിയമത്തിലെ തന്നെ ഉദാഹരണങ്ങൾ എടുത്ത് 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരെ നിങ്ങൾ നോക്കി. ഒന്നും കണ്ടതിലേക്കല്ലല്ലോ അവർ പോയത്, അവരുടെ ഉള്ളിൽ കർത്താവ് കൊടുത്ത വാഗ്ദത്തത്തിലല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ യേശു കർത്താവിനെ ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലെങ്കിലും ഞാൻ ലോകാവസാനത്തോളം കൂടെ ഉണ്ടെന്ന് പറഞ്ഞവൻ വാക്കുമാറത്തില്ല. ചില കാര്യങ്ങൾ ഇതുവരെ നടന്നില്ലായിരിക്കാം. ഈ എബ്രായ വിശ്വാസികളുടെ ആദ്യ സമയങ്ങളുണ്ടല്ലോ, നമ്മൾ വായിക്കുന്നുണ്ട്, അവര് ഭയങ്കര പീഡനങ്ങളുണ്ടായി വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ. അന്ന് അവർ നിന്നവരാ, അവരുടെ സമ്പത്തുകൾ അപഹരിക്കപ്പെട്ടു ഈ നാമത്തിൽ, അപ്പോൾ പോലും അവർ സഹിച്ചവരാ. തടവറയിലായപ്പോഴും അവർ സ്തോത്രം ചെയ്തവരാ. എന്നാൽ ഇപ്പോൾ അവരെന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങളുടെ ആ പൂർവ്വകാലം ഓർത്തേ, നിങ്ങളെ വിശ്വാസത്തിൽ ഇറങ്ങിയപ്പോൾ എന്തൊരു തീഷ്ണതയായിരുന്നു. വല്ലവരും പറഞ്ഞാൽ നിങ്ങളെ ഏക്കത്തില്ലായിരുന്നു, നിങ്ങളുടെ അകത്ത് വലിയ സന്തോഷമായിരുന്നു. ഇപ്പോൾ ചെറിയ കാര്യങ്ങളിൽ അവർ പതറുന്നു, അവരുടെ കാലിടറുന്നു, അവർ ഭാരപ്പെടുന്നു, അവർക്ക് വാഗ്വാദം വരുന്നു, അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ആ സ്ഥിതിയിലേക്ക് പോയിരിക്കുന്നു അവർ. അപ്പോൾ അവരെ ബലപ്പെടുത്തുകയാണ്. അതാണ് 10:39 വായിച്ചേ. അവരൊരു വലിയ പിന്മാറ്റത്തിലേക്ക് പോവുകയാണ്. അവരുടെ ഉള്ളിലെ വിശ്വാസം പോയിട്ട് കാഴ്ചയാലാകുക. അവർ മറ്റേത് വിശ്വാസത്താലായിരുന്നു അവരുടെ പോക്ക്, ഇപ്പൊ എല്ലാം കാണുന്നതിനെ വെച്ചാണ്. അതാണ് 10:39 വായിച്ചാട്ടെ. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. അപ്പൊ ഇവരൊരു പിന്മാറ്റത്തിന്റെ വക്കിലാണ്. എവിടുന്ന് അവർ മാറിയിരിക്കുന്ന? ക്രിസ്തുവിൽ നിന്ന്. യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെ നോക്കുന്നതിന് പകരം അതും ഇതുമെല്ലാം അവരുടെ തലയിൽ കയറുകയാണ്. പ്രൈസ് ദി ലോർഡ്. എബ്രായർ 3:1 പറയണം, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും, ഉറക്കെ അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ നോക്കുക. ഈ എബ്രായ ലേഖനത്തിൽ നമ്മൾ പലയിടത്തായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഹീ ഈസ് ദ പെർഫെക്റ്റ് പ്രീസ്റ്റ്. ഉറക്കെ പറഞ്ഞേ, പെർഫെക്റ്റ് പ്രീസ്റ്റ്. ഒത്തിരി പുരോഹിതന്മാരുണ്ടായിരുന്നു. അഹരോൻ മുതൽ ഇങ്ങോട്ട് ഒത്തിരി പുരോഹിതന്മാരുണ്ടായിരുന്നു. ഒടുവിൽ ഹൈനാവും കയ്യഫാവും. ഈ ലേഖനം എഴുതുമ്പോഴും യെരുശലേം ദേവാലയം തകർന്നിട്ടില്ല. AD 70 മുമ്പായിരിക്കണം ഈ ലേഖനം എഴുതിയത്. അതുകൊണ്ടാണ് 10-ാം അധ്യായത്തിൽ പറയുന്നത്, അവിടെ ആ ആലയത്തിൽ അവർ ശുശ്രൂഷ ചെയ്തുകൊണ്ട് പുരോഹിതന്മാർ ഇപ്പോഴും നിൽക്കുന്നു. യെരുശലേം ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്തോ വിശുദ്ധ സ്ഥലത്തോ പുരോഹിതന്മാർക്ക് ഇരിക്കാൻ ഒരു കസേര ഇട്ടിട്ടില്ല, നിന്നോണ്ട എന്ന് പറഞ്ഞാൽ അവരുടെ ശുശ്രൂഷ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? തീരുന്നിട്ടില്ല. എന്നാൽ എനിക്കും നിങ്ങൾക്കുമോ ഒരു മഹാപുരോഹിതൻ നമുക്ക് വേണ്ട വീണ്ടെടുപ്പ് നടത്തിയിട്ട് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. നിനക്ക് വേണ്ടി ഇനി ഒരു യാഗവും വേണ്ട, നിനക്ക് വേണ്ടി ഇനിയൊന്നും കൊടുത്തു തീർക്കാനില്ല, നിനക്ക് വേണ്ടി ഇനി ഒരു കർമ്മവും ശേഷിക്കുന്നില്ല. മുഴുവൻ തീർത്തിട്ട് നമ്മുടെ പുരോഹിതൻ ഇരിക്കുന്നു. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. എബ്രായർ 10 പറയുന്നു, അവരുടെ പുരോഹിതന്മാർ നിൽക്കുന്നു. കൈകൊടുത്ത് പറ, നിന്റെ പുരോഹിതൻ നിനക്ക് വേണ്ടി സകലവും ചെയ്തിട്ട് വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു, നിന്റെ കാര്യം പിതാവിനോട് പറയാൻ. ആകയാൽ തൽസമയത്ത് സഹായം വേണ്ടിയപ്പോൾ ധൈര്യത്തോടെ വന്നോളാനാ. ഈ പുരോഹിതൻ പൂർണ്ണതയുള്ള പുരോഹിതനാ. ഈ പുരോഹിതൻ മരണത്തെ ജയിച്ചവനാ. ഈ പുരോഹിതൻ പ്രവർത്തിച്ച് അവസാനിപ്പിച്ചവനാ. ഈ പുരോഹിതൻ ഒന്നും ബാക്കി വെച്ചിട്ടില്ല. നിനക്ക് വേണ്ടത് മുഴുവൻ ചെയ്തു കഴിഞ്ഞു. ഐ ഹാവ് എ പെർഫെക്റ്റ് പ്രീസ്റ്റ്. എല്ലാവരും പറഞ്ഞാട്ടെ, എല്ലാം ചെയ്ത് തീർത്ത ഒരു പുരോഹിതൻ എനിക്കുണ്ട്. എല്ലാവരും ഒന്ന് പറഞ്ഞ് ഉറക്കെ പറ. അതിനെക്കുറിച്ചാണ് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ കർത്താവിനെ കുറിച്ച് നമുക്ക് ഈ പെർഫെക്റ്റ് പ്രീസ്റ്റ് ഉള്ളതുകൊണ്ടുള്ള ധൈര്യമാണ്. എബ്രായർ 4:14 മുതൽ 16 വരെ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക.
ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. സ്വീകാരം ഉറക്കെ പറ. അവിടെ ആളുള്ളതുകൊണ്ട് ഇവിടെ സ്വീകാരം എന്ന് പറഞ്ഞ ഏറ്റുപറച്ചിൽ എന്നാ. നീ പറയുന്നത് നടക്കും ആ കർത്താവിൽ ആശ്രയിച്ച്. നിന്റെ കൺഫെഷൻ, നീ ഒരിക്കൽ കൺഫസ് ചെയ്ത യേശുവിനെ കർത്താവെന്ന്, എൻ്റെ കർത്താവാന്ന് വാഗൊണ്ട് പറഞ്ഞല്ലേ, ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചു. എനിക്ക് വേണ്ടി ആളുണ്ട്, എനിക്ക് വേണ്ടി ഒരു സ്ഥലം കരുതുന്നു, എൻ്റെ എല്ലാ കാര്യങ്ങളും മതിയായവന് എന്ന് പറഞ്ഞ ആ സ്വീകാരമില്ലേ, അതേ നടുവിട പോലും ചലിക്കണ്ട, പറഞ്ഞിടത്ത് തന്നെ നിന്നു, അന്ന് പറഞ്ഞത് തന്നെ പറഞ്ഞു. ചിലപ്പം വീട്ടുകാരും അവരൊക്കെ എന്നിട്ട് എന്തായി എന്ന് ചോദിക്കും. കണ്ടോണമെന്ന് പറഞ്ഞു ചേർന്ന് കർത്താവിനെ സ്തുതിക്കും. ഞാൻ ഇപ്പോഴേ കാണുന്നുണ്ട്, നിങ്ങളെ പിന്നെ കാണുമെന്ന് പറയണം. ഇപ്പോഴേ കാണണം ദൈവമക്കൾ. നാട്ടുകാർ നാളെ കാണുന്നത് നീ ഇന്ന് കാണും. നാം ഈ ലോകത്തെ ചുറ്റിലും കാണാത്ത നമ്മൾ ആത്മാവിൽ ഇപ്പോഴേ കാണും. അതാണ് ആ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. ഈ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. അടുത്ത വാക്യം എന്താണ്? ഈ പുരോഹിതന്റെ ഗുണം എന്തുവാ? നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. എന്നല്ല, എങ്കിലും അവൻ പരീക്ഷിക്കപ്പെട്ടെങ്കിലും അവൻ പാപം ചെയ്തില്ലെന്ന്. പരീക്ഷിക്കപ്പെട്ടെങ്കിലും പാപം ചെയ്തു. മാത്രമല്ല, ഈ മഹാപുരോഹിതന്റെ ഒരു വലിയ ഗുണം, നമ്മുടെ ബലഹീനതകളിൽ കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റും? ആരെയും ഇന്ന് പകൽ അപരാധബോധം വാഴരുത്. ഞാനൊരു തെറ്റുകാരനാ, ഞാൻ കുഴപ്പക്കാരനാ, അല്ലേലും അറിയാവുന്ന കൈ കൊടുത്ത് പറഞ്ഞു. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുത്തതെന്ന്. പിശാച് അപരാധബോധമിട്ട് നമ്മളെ വാഴും. ഗിൽറ്റ്, ഒരിക്കലും ആ ഗിൽറ്റ് നമ്മളെ വാഴരുത്. ഈ മഹാപുരോഹിതൻ എനിക്കുള്ളത് കൊണ്ട് ഒന്ന് പറഞ്ഞ് അവിടുന്ന് നോട്ടം തെറ്റല്ലേ, ഒന്ന് പറഞ്ഞ് ഈ മഹാപുരോഹിതൻ എനിക്കുള്ളത് കൊണ്ട്. എൻ്റെ ബലഹീനതകളിൽ ചില ബലഹീനത പറ്റിപ്പോയെന്നേ, അറിയാതെ ചിലത് പറഞ്ഞു പോയെന്നേ, സങ്കടപ്പെട്ട് പോയെന്നേ, നിരാശവാക്ക് പറഞ്ഞെന്നേ, അവിശ്വാസവാക്ക് പറഞ്ഞു പോയെന്നേ. ഈ മഹാപുരോഹിതൻ പറഞ്ഞാട്ടെ, എൻ്റെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിവുള്ളവന് ഉള്ളതുകൊണ്ട്. അടുത്ത വാക്യം, അതുകൊണ്ട് എനിക്ക് ബലഹീനത ഇല്ലാത്തത് കൊണ്ടെന്നല്ല, പിന്നെ ഓർക്കെ പറഞ്ഞേ, ഞാൻ ബലഹീനനാവുമ്പോഴും എന്നെ കൈവിടാത്തൊരു നല്ല കർത്താവ് എനിക്കുള്ളത് കൊണ്ട്. വായിച്ചോളൂ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് നീ ഒരു പ്രതിസന്ധിയിലാണോ, നിനക്കൊരു ബലഹീനത പറ്റിയിരിക്കുകയാണോ, നീ ഒരു ആവശ്യത്തിലാണോ, തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ എങ്ങനെ വരാം? ഒന്നാമത് ഈ അപ്പനെ മനസ്സിലാക്കണം. കൈ കൊടുത്ത് പറഞ്ഞ് അപ്പനെ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ആ മുടിയനായ പുത്രൻ വരാൻ നേരത്ത് അത്ര ധൈര്യത്തോടെയുള്ള ഒരു ദാസനായിട്ട് ചെന്നേക്കാമെന്ന് ഓർത്തത് അല്ലേ? പുള്ളി പന്നിക്കുഴി വെച്ചൊരു പ്രാർത്ഥന എഴുതി ഉണ്ടാക്കി. അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, നിന്റെ മകൻ എന്ന പേരിന് ഞാൻ ആ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ അവരുടെ കൂടെ എന്നെ ആക്കിയാൽ മതി, ജോലിയൊക്കെ ചെയ്ത് അവിടെ ദിവസമുള്ള ശമ്പളവും ഭക്ഷണവും ഉണ്ടല്ലോ, അത് മാത്രം മകനായിട്ട് എനിക്ക് ഒരു റീ അഡ്മിഷൻ വേണ്ട, അതിനെനിക്ക് യോഗ്യതയില്ല. കൈ കൊടുത്ത് പറ, ഈ അപ്പൻ്റെ വീട്ടിൽ ദാസനായിട്ട് അപ്പോയിൻമെൻ്റ് ഇല്ലെന്ന് പറ. നിനക്ക് തെറ്റൊക്കെ പറ്റി, ശരിയാ, കൈ കൊടുത്ത് പറ, തെറ്റൊക്കെ പറ്റി, മൊത്തം നശിപ്പിച്ച പാർട്ടിയാ പറ. ആ പന്നിക്കുഴിയുടെ മണമുണ്ട്, ഒന്ന് പറഞ്ഞേ. പക്ഷെ നിന്നെ റീ അപ്പോയിന്റ് ഒരിക്കലും ദാസനായിട്ടല്ല, രാജാവായിട്ട് ഇവിടെ അപ്പോയിന്റ്മെന്റ് ഉള്ളൂ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഈ പുള്ളിക്കാരന് ആ പന്നിക്കുഴിയിലെല്ലാം വെച്ച് ഇത്രയും പോകാനുള്ള കാര്യം എന്നാണെന്നറിയോ? ഇച്ചൂടെ നേരത്തെ വരായിരുന്നു. ഈ മഹാപുരോഹിതന് എൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയാമല്ലായിരുന്നു. അവിടെ പ്രശ്നം പറ്റി. ഈ തെറ്റ് അപരാധബോധമാണ്, അല്ലെങ്കിൽ അപ്പനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്, അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള എന്നോട് സഹതാപം കാണിക്കുമെന്നുള്ള അറിവില്ലായ്മയാണ് ഈ മനുഷ്യനെ
പന്നി തിന്നുന്ന വാളവര പോലും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് ആക്കിയത് അല്ലേ? അല്ലേ? അപ്പോഴും അപ്പൻ സഹതാപം കാണിക്കാൻ ഇരിക്കുകയല്ലേ? അടുത്തിരിക്കുന്ന ആള് പറ, തടിപ്പിച്ച കാളക്കുട്ടി അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. തമിഴ്നാട്ടിൽ നിന്ന് ബീഫ് വിട്ടില്ലേലും കുഴപ്പമില്ല, നിനക്കുള്ളത് വളർന്നുകൊണ്ടിരിക്കുക. പറ, തമിഴ്നാട്ടുകാർ ബീഫിനെ തടഞ്ഞാലും നിനക്കു വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ഒന്ന് രണ്ട് പേരോട് ഞാൻ വാള വരെ തീറ്റി നിർത്താൻ പറ. അവിടെ ആണ്ട് ബീഫ് നിനക്ക് വേണ്ടി, വിരുന്ന് നിനക്ക് വേണ്ടി ഒരുങ്ങി എല്ലാം കറക്റ്റായിട്ടിരിക്കുക. എന്തുകൊണ്ട് വാള വരെ തിന്നേണ്ടി വന്നു? പറഞ്ഞേ. തെറ്റ് ചെയ്തുകൊണ്ടാണോ? അല്ല. എല്ലാം നശിപ്പിച്ചുകൊണ്ടാണോ? അല്ല. അപ്പനെ കുറിച്ച് അറിയാൻ മേലാഞ്ഞിട്ട്. ഒന്ന് രണ്ട് പേരോട് പറഞ്ഞ തെറ്റ് പറ്റി, അത് കുഴപ്പം തന്നെയാ, പക്ഷെ അതുകൊണ്ടല്ല പ്രശ്നങ്ങൾ. പറഞ്ഞേ. അതാണ് എബ്രായക്കാർ പറയുന്നത്, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്ന ഒരു പുരോഹിതൻ നമുക്കുണ്ട്. ആ കർത്താവിനെ ഒന്ന് ആർപ്പോടെ ഒന്ന് സ്തുതിച്ചേ. ഞാൻ ചോദിക്കട്ടെ, ഈ സ്നേഹം കണ്ട പിന്നെ തിരിച്ച് തെറ്റിനകത്ത് പോകാൻ പറ്റുമോ? അതാണ് കൃപ. ന്യായപ്രമാണത്തിന് നമ്മൾ ചെയ്യാൻ കഴിയാത്തത് അവൻ്റെ സ്നേഹം വരുമ്പോൾ പിന്നെ നീ തെറ്റിനകത്ത് പോകത്തില്ല. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഈ മകൻ മടങ്ങി വന്നു. അപ്പോഴും ആരെ ശരിക്കും അറിയില്ല. ഇപ്പം അപ്പനെ ആരായിട്ട് കണ്ടോണ്ടാ വരിക? യജമാനൻ. ഉറക്കെ പറഞ്ഞേ. ഈ പുള്ളി ഒന്നുമില്ലേലും എന്ത് ചെയ്യുന്നുണ്ട്? കൂലിക്കാർക്ക് പോലും ഭക്ഷണം. വീട്ടിലെ കൂലിക്കാരിലെ യഹൂദിന് പലതരം കൂലിക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ ഒരു തരം കൂലിക്കാർ രാവിലെ കൂലിക്ക് വിളിക്കും, ഇത്ര പൈസ തരാം അല്ലേ? 6 മണി നേരത്തും 9 മണി നേരത്തും ഒക്കെ പൈസ കൊടുത്ത് കൂലിക്ക് ഉടമ്പടി പണിക്കാർ. അവർക്ക് വീട്ടിൽ നിന്ന് എന്ത് ചെയ്യത്തില്ല, ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യം, അവർക്ക് പറഞ്ഞൊത്ത പൈസ കൊടുത്താൽ മതി. എന്നാൽ ഈ അപ്പൻ, ഈ നല്ല അപ്പൻ, മുടിയൻ പുത്രന്റെ അപ്പൻ, ദൈവത്തിൻ്റെ പ്രതിനിധിയായി, യേശുക്രിസ്തുവിൻ്റെ പ്രതിനിധിയായി ആ പിതാവിനെ ഇവിടെ കാണിക്കുകയാണ്. ആ പിതാവ് എന്ത് ചെയ്യുന്നു? ഇവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലെങ്കിലും ഉടമ്പടി പണിക്കാർക്ക് പോലും കൂടെ ധാരാളം കൊടുത്തിട്ട് അവരും തിന്ന് ശേഷിപ്പിക്കുന്ന ഒരത്ഭുത വീട്ടിലെ മകനാ നീ, ഒരത്ഭുത വീട്ടിലെ അംഗമാ നീയും ഞാനും. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാം. ആത്മീയം, ഭൗതികം, തലമുറയിൽ ഒരു ദാരിദ്ര്യം കർത്താവിൻ്റെ മക്കൾക്ക് വരത്തില്ല. ഇപ്പോഴുള്ളതിനേക്കാൾ നല്ല വീട് നിനക്ക് കിട്ടും. നിന്റെ കുഞ്ഞുങ്ങളെ ഇപ്പോഴുള്ളതിനേക്കാൾ ഉയരങ്ങളിലാകും. ആത്മീയ, ഭൗതിക, ശാരീരിക, മാനസിക എല്ലാ ഏറിയായാലും. ഞാനൊരു കാര്യം പറയാം. ദൈവമക്കൾക്ക് നശിപ്പിക്കുന്ന എന്നാന്നറിയാം, നാക്ക്. ആ ദൂഷണോ ഈ ദൂഷണോ അവരുടെ കാര്യവും പറഞ്ഞ് ഇരിക്കുന്ന കമ്പ് വരയരുത്. സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനെ ശ്രദ്ധിച്ചു നോക്കി. അവനെ ഏറ്റുപറഞ്ഞ് സ്വോത്രം പറഞ്ഞൊരു കര ഉയർത്തിപ്പോയേ. നീ ഒന്ന് പോയി നോക്കിയേ, വേണ്ടാത്തതിലൊക്കെ ഇടപെടാതെ ഒന്ന് പോയി നോക്കിയേ. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. തൊടുന്നതെല്ലാം പുഷ്ടി പ്രാപിക്കും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. Praise the Lord. Amen. ആ മുടിയനായ പുത്രൻ അപ്പനെ ശരിക്കും മനസ്സിലാക്കിയില്ല. എന്തുവായിട്ട് ദാസനായേക്കാവുന്ന കൊണ്ടുപോയി. പക്ഷേ അപ്പൻ്റെ സ്നേഹപ്രകടനങ്ങൾ കണ്ടപ്പോഴാ തനിക്ക് അപ്പനെ പിടികിട്ടിയത്. ദൂരത്ത് നിന്ന് വരുന്ന കണ്ടപ്പോഴേ അപ്പൻ എന്ത് ചെയ്തു? ഓടിപ്പോയി. നാറ്റം പിടിച്ച ഈ മകനെ, കീറിപ്പറഞ്ഞ വസ്ത്രവുമായി വന്നവനെ, എല്ലാം നശിപ്പിച്ചവനെ കെട്ടിപ്പിടിച്ചു. അവന്റെ ഇരു കവിളിലും ഉമ്മ വെച്ചു. അപ്പനവനെ വിടാതെ ഉമ്മ വെച്ചു. മകനേ എന്ന് പറഞ്ഞുകൊണ്ട്. ചുങ്കക്കാരോടും അഴുക്കു മനുഷ്യരെന്ന് പരീശന്മാർ പറഞ്ഞവരോടും കൂടെ കർത്താവ് ഭക്ഷണം കഴിച്ചപ്പോൾ യേശുവിനെ ചിലർ വിമർശിച്ചു. നമ്മുടെ ഇടയിൽ ഒരു സഹോദരന് തെറ്റ് പറ്റിയാൽ അവനെ മഹാഭാവിയായിട്ട് കാണാനല്ല നമ്മളെ വിളിച്ച്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാൽ അതല്ല യേശുവിൻ്റെ സ്പിരിറ്റ്. അവർ യഹൂദന്മാരുടെ തന്നെ കുറച്ച് പേര് പാപികളും കുഴപ്പക്കാരും ഒക്കെ ആയിട്ട് മാറി ഉടനെ അവരുടെ കൂടെ കർത്താവ് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ലൂക്കോസ് 15 ഇവൻ പാപികളുടെ സ്നേഹിതനാം കുഴപ്പക്കാരെ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ ഉപമയായത് കേട്ടോ. ഒരു മനുഷ്യന് 100 തെറ്റിപ്പോയെന്നേ. തെറ്റാത്തവരെന്ന് അഭിമാനിക്കുന്ന നിങ്ങളെ അവിടെ വിട്ടിട്ട്
അവൻ്റെ പുറകെ പോയ ഒരു നല്ല കർത്താവിനെ ഇന്ന് പകൽ ഇവിടെ പ്രസംഗിപ്പാനും ഉയർത്താനും എനിക്ക് ഇഷ്ടമുണ്ട്. ഞാനൊരു കാര്യം പറയാം, എല്ലാ ശുശ്രൂഷകരോടും, നമ്മുടെ വിശ്വാസികളെ, നമ്മുടെ സഹോദരന്മാരെ സഭയിലെ ആളായിട്ട് കാണരുത്, ആത്മാക്കളായിട്ട് കാണണം. എങ്ങനെ കാണരുത്? വിലപ്പെട്ട ആത്മാക്കളായി ഓരോരുത്തരെയും കാണുന്ന കണ്ണ് ശുശ്രൂഷകരായ നമുക്ക് ഉണ്ടാകട്ടെ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കും. ആമേൻ. തൻ്റെ രക്തത്തിൽ നിന്ന് പിറന്ന ആ മകനെ ചുംബനം കൊണ്ട് അപ്പൻ പൊതിഞ്ഞു. അപ്പോൾ ഈ മകനെ പിടികിട്ടി, എടാ എന്നെ ദാസനായിട്ടല്ല എന്ത് ചെയ്തിരിക്കുന്നത്, കൈക്കൊണ്ടിരിക്കുന്നത്. ഞാനിനി ആ മൂന്നാമത്തെ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഇല്ല. ദാസന്മാരിൽ ഒരുത്തനെ പോലെ ആക്കണമെന്നാ പറയാൻ വന്നു. പക്ഷേ അവനത് പറഞ്ഞില്ല. അപ്പം ഞാൻ തെറ്റ് ചെയ്തു പോയി. യെസ്, തെറ്റ് പറയണം. തെറ്റിപ്പോയെങ്കിൽ തെറ്റും കൊണ്ട് നടക്കരുത്. പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ മതി, വിടുതല. തെറ്റിപ്പോയി. വാസ്തവത്തിൽ നിന്റെ മകൻ എന്ന പേരിന് ഞാൻ ആ ദാസന്മാരിൽ ഒരുത്തനെ പോലെ എന്നെ കൈക്കൊള്ളാം എന്നുള്ള വിളി പറഞ്ഞ വിളിക്ക് മനസ്സിലായി, എന്നെ മകനാക്കിയിരിക്കുക. ആ കൈക്കകത്തിരുന്ന് ആ ഉമ്മ കേട്ടോണ്ട് പറയാൻ പറ്റുമോ, എന്നെ ദാസന്മാരുടെ കൂടത്തെ കൊണ്ട് കടത്താൻ പറയാൻ പറ്റുമോ? നമ്മളിങ്ങനെ അടുത്ത വാക്യം വായിക്കുന്നു, ആ അപ്പൻ ദാസന്മാരിൽ ഒരുവനെ ഇഞ്ഞ് വിളിച്ചു. വേഗം വേഗം ഇവന്റെ കാലിന് ചെരുപ്പ് കൂടെ, വേഗം ഇവന്റെ കൈക്ക് പൊന്മോതിരം കൂടെ. ആ തടുപ്പിച്ച് നിർത്തിയിരിക്കുന്ന കാളക്കുട്ടി ഉണ്ടല്ലോ, അതിനെ വേഗം അറുത്തേ. സ്തോത്രം, സ്തോത്രം. ഇവനിച്ചിരി ഭക്ഷണം കൊടുക്കാനല്ല, ഒരു വിരുന്നൊരുക്കിക്കേ. എല്ലാരെയും വിളിച്ചേ, നാം തിന്നുക, കുടിക്കുക. നമ്മൾ താഴെ വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, കുഴലൂത്തുകാരെയൊക്കെ വിളിച്ചു. കീബോർഡിസ്റ്റുകളും ഗിറ്റാറുകാരും ഡ്രമ്മുകാരും എല്ലാം വന്നു. ഒന്ന് എഴുന്നേറ്റ്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. മുടിയനായ പുത്രൻ്റെ അപ്പം പറഞ്ഞ ഡ്രം അടി മോനെ എന്ന്, കീബോർഡ് വായിരു മോനെ, എൻ്റെ മക്കൾ വന്നിരിക്കുന്നു. നാശപുത്രൻ എന്ന് നാട്ടുകാർ പറഞ്ഞെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ എൻ്റെ മകനെ മാനിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക. എല്ലാവരും നിന്നെ കൈവടിഞ്ഞെങ്കിൽ കൈവടിഞ്ഞവരുടെ എല്ലാം നടുവിൽ നിന്നെ ഉയർത്തി മാനിക്കാൻ. ഓ സ്വത്രം, യേശുവിനെ നോക്കുക. നിങ്ങൾ ഈ കേട്ട യേശു നിങ്ങളുടെ സകല വിഷയത്തിനും മതിയായവനാ. നിങ്ങളത് വിശ്വസിക്കണം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് ഈ സമയത്ത് ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ പല പ്രയാസങ്ങളുമായി, പ്രശ്നങ്ങളുമായി കേൾക്കുന്നവരുണ്ട്. പല വിഷയങ്ങളുടെ മുമ്പിൽ തകർന്നിരിക്കുന്നവരുണ്ട്. യേശുവെ, അങ്ങയ്ക്ക് വിടുവിക്കാൻ പറ്റാത്ത ഒരു വിഷയവും ഇവരുടെ ജീവിതത്തിലില്ല. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ. സകലവിധമായ ശാരീരികമായ അസ്വസ്ഥതകളും ഇപ്പോൾ തന്നെ മാറട്ടെ. ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ. അലർജി രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ശരീരത്തിലെ വേദനകൾ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. അപ്പോൾ തന്നെ കർത്താവെ, മാനസികമായി ഭാരം അനുഭവിക്കുന്നവരുണ്ട്. എൻ്റെ കർത്താവിൻ്റെ അത്ഭുതകരം ഓരോ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ പ്രവർത്തിക്കണമേ. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുത വിടുതലുണ്ടാകട്ടെ. കർത്താവിൻ്റെ കരം തൊട്ടതിനായി നന്ദി, വിടുവിച്ചതിനായി നന്ദി. അത്ഭുതം കർത്താവ് ചെയ്തിരിക്കുക. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ വീണ്ടും വിളിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ആ വിടുതലുകൾ ഞങ്ങളെ വിളിച്ച് അറിയിക്കണം. ഞങ്ങൾക്ക് ഈ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രചോദനം ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങളുടെ കോളുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ കർത്താവിൻ്റെ കൃപയിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഇന്ന് മഞ്ചേരിയിൽ ജയശ്രീ ഓഡിറ്റോറിയം, കാലിക്കറ്റ് റോഡ്. ശുശ്രൂഷ രാവിലെ 10-ന്. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഇരിങ്ങാലക്കുടയിൽ സെപ്റ്റംബർ 24 വ്യാഴം. ശുശ്രൂഷകൾ രാവിലെ 10-ന്. ടൗൺ ഹാൾ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിൽ സെൽവം ഓഡിറ്റോറിയം സെപ്റ്റംബർ 25 വെള്ളി. ശുശ്രൂഷ രാവിലെ 10-ന്.
TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും തൃശൂർ ജില്ലയിലെ കൊടകരയിൽ സെപ്റ്റംബർ 26 ശനി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ. ശുശ്രൂഷ രാവിലെ 10-ന്. ഒത്തിരി ചിരിയും ഒത്തിരി കളിയും ഒരുപാട് പാട്ടുകളുമായി ഹെവൻലി ഫീസ്റ്റ് VBS 2015 ദോഹയിൽ സെപ്റ്റംബർ 23, 24, 26 തീയതികളിൽ ദോഹ ആംഗ്ലിക്കൻ ചർച്ചിന്റെ എഫെസസ് ഹാളിൽ രാവിലെ 10 മുതൽ ഉച്ചതിരിഞ്ഞ് 2 വരെ. നിങ്ങളുടെ കുട്ടികളുടെ പേർ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 33267191. चांदी का राजकुमार है तू, चरणों में आकर हाथ उठाकर करते हैं तेरे